എന്താണ് അനുമോൾ, നിവിനെ നോമിനേറ്റ് ചെയ്തതിൻ്റെ ദേഷ്യമാണോ? അതെ ലാലേട്ടാ, എന്നോടുള്ള ദേഷ്യത്തിനാണ് കാണിച്ചതെന്ന് പറയും. അത് മാത്രമല്ല ലാലേട്ടാ, ഇവർ മരപ്പാവകളെ കണക്ക് ഇങ്ങനെ കയറും പിടിച്ചുകൊണ്ട് നടക്കുക. എന്തെങ്കിലും ഒരു ഇതാകട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അവിടെ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ പാത്രത്തിലെ വെള്ളം എടുത്ത് തെറിപ്പിച്ച്. അപ്പോൾ അനുമോള് പറഞ്ഞു, അതെ ലാലേട്ടാ, എൻ്റെ മുഖത്ത് വെള്ളം എടുത്തൊഴിച്ച്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, മുഖത്തെടുത്തൊഴിച്ചില്ല, വെള്ളം തെറിച്ചു ഇല്ലേന്ന് പറയുന്നു. അപ്പം നിവിൻ ചിരിക്കുന്നു. അനുമോള് പറയുന്നു, അതായത് ഞാൻ നിൽക്കുന്ന സമയത്ത് കൈകൊണ്ട് ഇങ്ങനെ തെറിപ്പിച്ചെന്ന് പറയുന്നു. അതല്ല ലാലേട്ടാ, ഇത് ക്ഷമയെ ബേസ് ചെയ്തുള്ള ടാസ്ക് ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ച ആ ക്ഷമ എങ്ങനെയുണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തേ. ഈ രണ്ടുപേർക്ക് ക്ഷമയുണ്ട് ഈ കുരുന്നുകൾക്കെന്ന് നിവിൻ പറയുന്നത്, ആര്യനെയും സാബുമോനെയും നോക്കിയിട്ട്. ആര്യനും സാബുമോനും കുഴപ്പമില്ല, പക്ഷെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അങ്ങോട്ടേക്ക് തുള്ളി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കയർ എൻ്റെ ഈ വയറ്റിലോട്ട് ഒരു കുറച്ച് കുഞ്ഞു ഉണ്ണിക്കുടവേറായതുകൊണ്ട് അത് കുരുങ്ങിപ്പോയി. പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പം മാറണമെന്ന് പറയുന്നു. ലാലേട്ടൻ പറയാം, നിങ്ങളവിടെ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ കേൾക്കുകയാണ്. നിങ്ങളറിയുന്നില്ല അവരറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം കാണുന്നുണ്ടെന്ന് ലാലേട്ടൻ പറയുന്നു. അത് ആര് കള്ളം പറയുന്നോ ആര് കള്ളം പറഞ്ഞില്ലയോ അത് അവർക്ക് അറിയാൻ പറ്റുമെന്ന് പറയുമ്പം നിവിൻ പറയുന്നു, അയ്യോ ഞാൻ കള്ളം പറയാറില്ല, ഞാൻ കള്ളം പറയില്ല ലാലേട്ടൻ. ലാലേട്ടൻ്റെ മുഖത്തൊക്കെ കള്ളം പറയുന്ന ഒരു ഉളുപ്പില്ലാതെ. ഇത് ഇടയ്ക്ക് ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ല, അതുകൊണ്ട് പറഞ്ഞേ, സോറി കേട്ടോ. ലാലേട്ടൻ ആര്യനെ വിളിക്കുന്നു. ആര്യൻ എങ്ങനെ ഉണ്ടായിരുന്നു ആര്യനെന്ന് ചോദിക്കുന്നു. ഞാൻ ഈ പ്രാവശ്യം കുറച്ച് എഫേർട്ട് കൂടുതലിട്ട് ലാലേട്ടാ, കുറച്ച് സേവ് ആകുമെന്നെങ്കിൽ എനിക്ക് ആ ഇമ്മ്യൂണിറ്റി കിട്ടിയ എന്ന് ഞാൻ പ്രതീക്ഷിച്ച്. ആര്യൻ അതിലേക്ക് വരാതിരിക്കാൻ മനഃപൂർവ്വം ഇവർ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ടോ ആര്യനെന്ന് ചോദിക്കുന്നു ലാലേട്ട. അങ്ങനെ എനിക്ക് തോന്നിയില്ല ലാലേട്ടാ, ചിലപ്പം മനഃപൂർവ്വം ആയിരിക്കാം, അതെനിക്ക് അങ്ങനെ തോന്നിയില്ല എന്ന് പറയുന്നു. ഞാൻ വിചാരിച്ച് ഞാൻ ജയിച്ചിട്ടുണ്ടാവുമെന്ന്, അതുകൊണ്ട് അത്രയ്ക്കൊരു എഫേർട്ടിൽ ഞാനവിടെ നിന്ന്. ഞാൻ ആ കയറ് പിടിക്കുമ്പോൾ എൻ്റെ കൈ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി പൗഡർ ഇടും. ഞാൻ നന്നായിട്ട് എഫേർട്ട് ഇട്ട് ലാലേട്ടാ എന്ന് ആര്യൻ. മോളെ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ കുറേ ട്രൈ ചെയ്ത്. നിവിനെ എന്ന് ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചില്ല ഇല്ലേ ലക്ഷ്മി? അന്നേരം ആര്യൻ പറയുന്നു, അതേ ലാലേട്ടാ, കുറച്ച് എക്സ്ട്രാ ആയിരുന്നു ലക്ഷ്മി എന്ന്. പൊട്ടറ്റോ എടുക്കുക, ചോറിങ്ങനെ വിളമ്പ് എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഭയങ്കര ഓവറായിരുന്നെന്ന് ആര്യൻ പറയുന്നു. വീട്ടിൽ ഇതുവരെ പറയാത്ത ആക്ടിവിറ്റികൾ ആ ദിവസം ലക്ഷ്മി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച് ലാലേട്ടാന്ന് ആര്യൻ പറയുന്നു. അത് കഴിക്കാൻ ഇങ്ങനെ വായിലോട്ട് വെച്ചപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോയില്ലേ, അതെന്താ ലക്ഷ്മി അങ്ങനെ ചെയ്തെന്ന് ലാലേട്ടൻ ലക്ഷ്മിയെ വിളിക്കുന്നത്. അത് എല്ലാവർക്കും കൂടെ ഉള്ള ഫുഡായിരുന്നു ലാലേട്ടാ, അതുകൊണ്ടാണ് ഞാനത് വാങ്ങിയതെന്ന് പറയുന്നത്. അപ്പം ലാലേട്ടൻ പറയുന്നു, അത് ലക്ഷ്മി കഴിഞ്ഞ ആഴ്ച അവിടെ നിന്ന് കേക്കൊക്കെ എടുത്തെന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ലക്ഷ്മി പറയുന്നത്, അത് ഞാൻ പിടിച്ച് വലിച്ചെടുത്തോണ്ട് പോയതൊന്നും അല്ല എന്ന് പറയുന്നത്. അത് പ്രശ്നങ്ങളൊന്നും ആക്കിയില്ല ലാലേട്ടാന്ന് പറയുന്നത്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞ്, എടുത്തോണ്ട് പോയില്ലേ, സമാധാനമായി എടുത്തോണ്ട് പോയത് ലാലേട്ടാന്ന്. എന്താണ് പ്രശ്നം? ആരെങ്കിലും കാണുക, ആരെങ്കിലും കാണാതെ എടുത്തുകൊണ്ട് പോവുക, അപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നില്ലേ. അപ്പോൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലേ. ലാലേട്ടൻ ലക്ഷ്മിക്കിട്ട് ഒന്ന് തോണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.